ഇന്നൊരു അവധി ദിവസമാണ് ജർമ്മനിയിൽ. അപ്പോൾ കാപ്പി കുടിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ കാപ്പിപ്പൊടി ഇട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് അതിലേക്ക് പിന്നീട് പാലൊഴിച്ച് കുടിക്കും. അതാണ് ഇവിടുത്തെ കഫേ ഹാഗ്. ജർമ്മൻകാർ ഈ കാപ്പീനെ പറയുന്നത് കഫേ ഹാഗ് എന്നാണ്. അങ്ങനെ കാപ്പി കുടിച്ച് കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. നാട്ടിലായിരുന്നപ്പോൾ പുട്ടും കടലയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. 3 മുട്ട ചിക്കി പൊരിച്ച് കഴിക്കും. ഇപ്പോൾ ഇവിടെ മുട്ട ചിക്കി പൊരിച്ച് കഴിക്കുന്നതിന് ഇവർ പറയണത് റൂറായി എന്നാണ്. നമ്മൾ നാട്ടിലെ പോലെ മുട്ട അധികം അങ്ങോട്ട് റോസ്റ്റ് ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് അപ്പം തന്നെ എടുക്കും. അധികം അങ്ങോട്ട് കൂടുതൽ നേരം കുക്ക് ചെയ്യില്ല. കുറച്ച് ഇടിച്ച മുളകൊക്കെ ഇട്ട് നമ്മുടെ സ്റ്റൈലിൽ, കേരള സ്റ്റൈലിൽ അങ്ങനെ റൂറായി അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആകുമ്പോഴേക്കും എടുക്കണം നമ്മൾ പാത്രം. എന്നാലേ നമുക്ക് ജർമ്മൻ റൂറായി കിട്ടുള്ളൂ, അല്ലെങ്കിൽ കേരള മുട്ട പൊരിച്ചതായി പോവും. അപ്പോൾ അയർ റൂറേ കിട്ടി, അത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പിന്നെ 4 ബദാം, കുറച്ച് കശുവണ്ടി, പിന്നെ 2 ഫോൾ കോൺ ബ്രെഡ്. അത് ഹെൽത്തി ബ്രെഡാണ്, അപ്പോൾ അതും കഴിക്കുന്നു. പിന്നെ കുറച്ച് നേരം ജർമ്മൻ ന്യൂസൊക്കെ കണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടുത്ത മെയിൻ പരിപാടി കഴുകാൻ വെച്ച പാത്രങ്ങളൊക്കെ എടുക്കുന്നതാണ്. നാട്ടിലായിരുന്നപ്പോൾ പല്ല് തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളായിരുന്നു. ജർമ്മനി വന്നേ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പല്ല് തേക്കാറുള്ളൂ, കാരണം ജർമ്മൻസ് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ലോലിന് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത് പയ്യെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം വീട്ടിൽ വന്ന് 2 സ്കൂപ്പ് വേ പ്രോട്ടീൻ വെള്ളത്തിൽ കലക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുന്നു. ഇനി വേണം ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ഗാർലിക് ടൊമാറ്റോ ആണ്. ഇങ്ങനെ ഒരു റെസിപ്പി ഇല്ല, ഇത് ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്തൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്താകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു ചിക്കൻ ബ്രസ്റ്റ് 2ആയിട്ട് മുറിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ച് കുനുകുനാന്ന് ഇങ്ങനെ കുറച്ച് കുത്തിട്ട് കൊടുക്കുക, കാരണം ഉപ്പും ഇതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക 2 സൈഡിലും. അതിനുശേഷം ഇടിച്ച മുളക് കുറേശ്ശെ ഇട്ട് കൊടുക്കുക, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം നമ്മൾ സവാള ആവശ്യത്തിന് അരിഞ്ഞെടുക്കുന്നു. അപ്പോൾ വെളുത്തുള്ളി വേണം നമ്മൾ ആദ്യം ഓയിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. അതിനുശേഷം അത് മാറ്റി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു ചെറുതായിട്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ അധികം ഡീപ് ഫ്രൈയിലേക്ക് നമ്മൾ പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കുക്കാകാൻ വേണ്ടി മാത്രം 2 സൈഡും ഒന്ന് മറിച്ചിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് 2 സൈഡും ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഡീപ് ഫ്രൈയിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു. ഗാർലിക് ഇട്ട് ഒന്നും കൂടി സെറ്റാക്കുന്നു. അതിനുശേഷം സവാള ഇടുന്നു. രണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു. കുറച്ച് ഗരം മസാല ഇടണം. അതിനുശേഷം പിന്നെ നമ്മൾ തക്കാളി ഇല്ലാത്തതുകൊണ്ട് തക്കാളി പേസ്റ്റാണ് ഉപയോഗിച്ചത്, അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നു. ശരിക്കും മിക്സ് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അടച്ച് വെച്ച് നമ്മൾ വേവിക്കണം. നന്നായിട്ട് കുക്കായി വരുമ്പോൾ നമ്മൾ ചിക്കനിൽ നല്ല വരയൊക്കെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ മസാലയൊക്കെ ഇറക്കി വെക്കുക. എന്നിട്ട് ഒന്ന് അടച്ചൊക്കെ വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്യുന്നു പിന്നെയും. അതിനുശേഷം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചും കൂടി ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് എടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ചോറ് കൂട്ടി കഴിക്കാം. ചോറേ ഉള്ളൂ, അതുകൊണ്ട് ചോറ് കൂട്ടി കഴിക്കുന്നു. അങ്ങനെ ഉച്ചഭക്ഷണം സെറ്റായി. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടിരിപ്പുണ്ട്. ചോറ് കൂട്ടി കഴിക്കാന്നുള്ളത് അടിപൊളിയാണ്. അപ്പം നല്ല ടേസ്റ്റുള്ള കാരണം പ്ലേറ്റ് ഫുള്ള് ഞാൻ തീർത്ത്. ഇനി വേണമെന്ന് റെസ്റ്റ് എടുക്കാൻ, രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ളതാണല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ സമയം പെട്ടെന്ന് പോകും. അങ്ങനെ രാത്രിയായി. പോർക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പോർക്കിനുള്ള സാധനങ്ങൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് സവാളയും എല്ലാം അരിഞ്ഞ് കുക്കറിലേക്ക് ഇട്ടാണ് ഞാൻ പോർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ പോർക്ക് ഉണ്ടാക്കാൻ നമ്മൾ സാധാരണ ഇടാനുള്ള എല്ലാ മസാലകളും ഇട്ട് കുക്കറിലാണ് ഞാൻ പോർക്ക് ഉണ്ടാക്കുന്നത്. ഇത് ഒരു 5 to 8 വിസിലൊക്കെ ഞാൻ അടുപ്പിക്കും നന്നായിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നത്തെ ദിവസം പെട്ടെന്ന് പോയി. അല്ലെങ്കിലും വെറുതെ ഒരു ഫ്രീ ആയിട്ടൊരു ഡേ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് പോകുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. ഇനി നാളെ തൊട്ട് പിന്നെയും പണിക്ക് പോകണം. അപ്പോൾ പോർക്ക് ഏകദേശം റെഡിയായി. അപ്പോൾ അത് കഴിച്ച് ഇന്നത്തെ ദിവസം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ശരി ഗൈസ്.